ഓം ശ്രീനാരായണ പരമഗുരവേ നമഃ. ഓം ശ്രീ ശാരദാംബികായേ നമഃ. ചതയം മുതൽ ചതയം വരെ എന്ന പരിപാടിയിൽ ഇന്നത്തെ എൻ്റെ അവതരണ വിഷയം ആഗ്രഹപൂർത്തീകരണം. എല്ലാവരുടെയും അനുഗ്രഹത്തോടെ ഞാൻ എൻ്റെ യജ്ഞത്തിലേക്ക് കടക്കുകയാണ്. ആഗ്രഹപൂർത്തീകരണം. ഭഗവാന്റെ ഗൃഹസ്ഥ ശിഷ്യന്മാരിൽ ഒരാളായിരുന്നു എം.ആർ. കോന്നി മേസ്തിരി, അതായത് മുത്തേടത്ത് രാമൻ. റെയിൽവേ കോൺട്രാക്ടർ ആയിരുന്നു മേസ്തിരി. അദ്ദേഹം ഷൊർണൂരിൽ ഒരു പുതിയ വീട് പണിയിച്ചു. ആ വീട്ടിൽ ആദ്യമായി ഭഗവാനെ താമസിപ്പിച്ച് പരിചരിക്കണമെന്ന് കോന്നി മേസ്തിരി ആഗ്രഹിച്ചു. അങ്ങനെയിരിക്കെ ഭഗവാൻ ഒരു ദിവസം ഷൊർണൂരിലെത്തി. കോന്നി മേസ്തിരിയെ ആളയച്ചു വിളിപ്പിച്ചു. മേസ്തിരി വന്ന് ഭഗവാനെ നമസ്കരിച്ചു. നമുക്ക് കുറച്ചു ദിവസം വിശ്രമിക്കണം, ഭഗവാൻ പറഞ്ഞു. ആകാമല്ലോ. കോന്നി മേസ്തിരി സന്തോഷത്തോടെ മറുപടി പറഞ്ഞു. 10 ദിവസം ഗുരു മേസ്തിരിയുടെ പുതിയ വീട്ടിൽ താമസിച്ചു. തൻ്റെ എല്ലാ ജോലികളും മാറ്റിവെച്ച് ഭഗവാന്റെ പാദ ശുശ്രൂഷ ചെയ്ത് സന്തോഷവാനായി കോന്നി മേസ്തിരി ഭഗവാനോടൊപ്പം താമസിച്ചു. തൻ്റെ ജീവിതത്തിലെ മറക്കാനാകാത്ത ദിവസങ്ങളായിരുന്നു അതെന്ന് മേസ്തിരി പലരോടും പറഞ്ഞിട്ടുണ്ട്. ഭഗവാൻ മേസ്തിരിയുടെ മനസ്സിലെ ആഗ്രഹം നേരത്തെ മനസ്സിലാക്കിയിരുന്നു. ഇത്രയും പറഞ്ഞുകൊണ്ട് എൻ്റെ ഈ എളിയ വാക്കുകൾ ഭഗവാൻ ശ്രീനാരായണ ഗുരുവിൻ്റെയും അമ്മ ശ്രീ ശാരദാംബികയുടെയും തൃപ്പാദങ്ങളിൽ സമർപ്പിക്കുന്നു. ഓം ശ്രീനാരായണ പരമഗുരവേ നമഃ. ഓം ശ്രീ ശാരദാംബികായേ നമഃ.